നമസ്കാരം, നിങ്ങൾ കാണുന്നത് ബിലാത്തി വാർത്തകൾ. ഞാൻ അഞ്ജു ഹരികുമാർ. സോഷ്യൽ മീഡിയയിൽ ഇടയ്ക്കിടെ വൈറലാകുന്ന ഒരു പ്രയോഗമുണ്ട്, പാവാട വിസ. ഭാര്യയുടെ സ്പോൺസർഷിപ്പിൽ വിദേശത്ത് പോകുന്ന ഭർത്താക്കന്മാരെ പരിഹസിക്കാൻ ചിലർ ഈ വാക്ക് ഉപയോഗിക്കാറുണ്ട്. ട്രോളുകളായും കമന്റുകളായും മീമുകളായും ഇത് പലപ്പോഴും പ്രചരിക്കാറുണ്ട്. പക്ഷേ ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു കുടുംബം എങ്ങനെ മുന്നോട്ട് പോകണം എന്ന് തീരുമാനിക്കേണ്ടത് ആ കുടുംബമാണ്, സോഷ്യൽ മീഡിയയിലെ ട്രോളർമാരല്ല. ജീവിതം ജീവിക്കുന്നത് അവർ തന്നെയാണ്. കുടുംബത്തിന്റെ സ്വപ്നങ്ങളും ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുക്കുന്നതും അവർ തന്നെയാണ്. ഇന്ന് UK-യിലെയും അയർലൻഡിലും കാനഡയിലും ഓസ്ട്രേലിയയിലും ഗൾഫ് രാജ്യങ്ങളിലും എല്ലാം ഭാര്യയുടെ സ്പോൺസർഷിപ്പിൽ എത്തുന്ന ആയിരക്കണക്കിന് മലയാളി പുരുഷന്മാർ വിവിധ മേഖലകളിൽ ആത്മാർത്ഥമായി ജോലി ചെയ്യുന്നു. നിർമ്മാണ മേഖല, ആരോഗ്യ മേഖല, ഹോസ്പിറ്റാലിറ്റി, IT, ലോജിസ്റ്റിക്സ്, ഡ്രൈവിംഗ്, ടെക്നിക്കൽ ജോലികൾ തുടങ്ങി നിരവധി രംഗങ്ങളിൽ അവർ സ്വന്തം കഴിവ് തെളിയിക്കുകയാണ്. അവരിൽ പലരും മാസം 2.5 ലക്ഷം രൂപയോ അതിലധികമോ സമ്പാദിക്കുന്നു. ആ പണം കൊണ്ട് അവർ ചെയ്യുന്നത് എന്താണ്? വീടുകൾ പണിയുന്നു, മക്കൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുന്നു, മാതാപിതാക്കളെ സംരക്ഷിക്കുന്നു, കടങ്ങൾ വീട്ടുന്നു, കുടുംബത്തിന്റെ സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുന്നു, നാട്ടിലെ ഉത്സവങ്ങൾക്കും പള്ളി പെരുന്നാളുകൾക്കും ക്ലബ്ബുകൾക്കും സാമ്പത്തിക സഹായം നൽകുന്നു, ആരും അറിയാതെ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്നു, നിരവധി വിദ്യാർത്ഥികൾക്ക് പഠന സഹായം നൽകുന്നു, പല കുടുംബങ്ങൾക്കും ആശ്രയമാകുന്നു. ഇതെല്ലാം ചെയ്യാൻ കഴിയുന്നത് ഒരു വിസയുടെ പേരുകൊണ്ടല്ല, അധ്വാനത്തിലൂടെയാണ്, ഉത്തരവാദിത്ത ബോധത്തിലൂടെയാണ്, കുടുംബ സ്നേഹത്തിലൂടെയാണ്. എന്നാൽ ഇതേ സമയം പാവാട വിസ എന്ന് പറഞ്ഞ് മറ്റുള്ളവരുടെ ജീവിതത്തെ പരിഹസിക്കുന്നവർ എന്താണ് നേടുന്നത്? കുറച്ച് ലൈക്കുകൾ, ചില ചിരികൾ, കുറച്ച് വൈറൽ കമന്റുകൾ. അതിനപ്പുറം സമൂഹത്തിന് എന്താണ് ലഭിക്കുന്നത്? മറ്റൊരാളുടെ കഷ്ടപ്പാടിനെ കളിയാക്കുന്നത് ഒരു നേട്ടമല്ല, മറിച്ച് മറ്റൊരാളെ പ്രോത്സാഹിപ്പിക്കുകയും അദ്ദേഹത്തിന്റെ അധ്വാനത്തെ അംഗീകരിക്കുകയും ചെയ്യുന്നതാണ് ഒരു നല്ല സമൂഹത്തിന്റെ അടയാളം. വിദേശത്തേക്ക് പോകുന്ന വഴികൾ പലതായിരിക്കും. ചിലർ സ്റ്റുഡന്റ് വിസയിൽ പോകും, ചിലർ വർക്ക് വിസയിൽ പോകും, ചിലർ കുടുംബത്തിന്റെ സ്പോൺസർഷിപ്പിൽ പോകും. എന്നാൽ അവസാനം മനുഷ്യനെ വിലയിരുത്തപ്പെടുന്നത് ഏത് വിസയിലാണ് പോയത് എന്നതുകൊണ്ടല്ല, എങ്ങനെ ജീവിച്ചു എന്നതുകൊണ്ടാണ്, എത്ര ആത്മാർത്ഥമായി ജോലി ചെയ്തു എന്നതുകൊണ്ടാണ്, കുടുംബത്തിനായി എത്ര ത്യാഗം സഹിച്ചു എന്നതുകൊണ്ടാണ്. ഒരു കുടുംബ ജീവിതത്തിൽ ഭാര്യ മുന്നോട്ട് നിന്ന് കൈപിടിച്ചുയർത്തുന്ന നിമിഷങ്ങളും ഉണ്ടാകും. മറ്റൊരു സമയത്ത് ഭർത്താവ് കുടുംബത്തെ കൂടുതൽ ഉയരങ്ങളിലേക്ക് നയിക്കുന്ന നിമിഷങ്ങളും ഉണ്ടാകും. അത് തന്നെയാണ് ദാമ്പത്യത്തിന്റെ സൗന്ദര്യം. വിജയിക്കുന്ന കുടുംബങ്ങളിൽ ജയിക്കുന്നത് ഞാൻ എന്ന ചിന്തയല്ല, നമ്മൾ എന്ന ചിന്തയാണ്. ഭാര്യയുടെ പിന്തുണ സ്വീകരിക്കുന്നത് പുരുഷത്വത്തിന്റെ കുറവല്ല, മറിച്ച് പരസ്പരം താങ്ങായി നിൽക്കുന്ന ഒരു ബന്ധത്തിന്റെ ശക്തിയാണ്. അതുകൊണ്ട് ഒരാളുടെ യാത്രയെ പരിഹസിക്കുന്നതിന് മുമ്പ് അയാൾ തന്റെ കുടുംബത്തിനായി എത്ര കഷ്ടപ്പെടുന്നുവെന്ന് ഒരു നിമിഷം ചിന്തിക്കാം. വിദേശത്ത് ജോലി ചെയ്യുന്ന ഓരോ മലയാളിയുടെയും വിജയത്തിന് പിന്നിൽ ഉറക്കമില്ലാത്ത രാത്രികളുണ്ട്, ഒറ്റപ്പെടലുണ്ട്, കഠിനാധ്വാനമുണ്ട്, വീട്ടുകാരോടുള്ള സ്നേഹമുണ്ട്, ത്യാഗമുണ്ട്. അതിനെ ബഹുമാനിക്കാം. കാരണം വിസയുടെ പേരല്ല മനുഷ്യന്റെ വില നിശ്ചയിക്കുന്നത്. അവന്റെ അധ്വാനവും ആത്മാർത്ഥതയും കുടുംബത്തിനായി ചെയ്യുന്ന ത്യാഗങ്ങളുമാണ്. പരിഹസിക്കരുത്, പ്രോത്സാഹിപ്പിക്കൂ. ട്രോളുകൾ കൊണ്ട് ജീവിതം മാറില്ല, അധ്വാനം കൊണ്ടാണ് മാറുന്നത്. ഈ വിഷയത്തിൽ നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? കമന്റിലൂടെ പങ്കുവയ്ക്കൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ബിലാത്തി വാർത്ത യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നന്ദി.